ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ പത്രം തന്നെയാണ് മൺഡേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൺഡേയിലെ ന്യൂസ് പേപ്പർ ഉണ്ട് പെൻഡിങ്. അത് രണ്ടും കൂടെ നമുക്ക് ഇന്ന് ഒരു ദിവസം കൊണ്ട് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഹിന്ദുവിലെ ന്യൂസ്, ആദ്യത്തെ ന്യൂസ് ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും തിങ്ക് ചെയ്യാവുന്നേ ഉള്ളൂ എന്തായിരിക്കും എന്ന്. കാരണം ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വലിയ സംഭവം നടന്നു. നിതീഷ് കുമാർ ഡേ ബിഫോർ യെസ്റ്റർഡേ അല്ലെങ്കിൽ യെസ്റ്റർഡേ മോർണിംഗ് വരെ മഹാഗഡ്ബന്ധന്റെ ഭാഗമായിരുന്നു. ഗ്രാൻഡ് അലയൻസ് എന്ന് പറയും. അതിൽ കോൺഗ്രസും ജനതാദൾ യുണൈറ്റഡും RJD എന്ന് പറഞ്ഞ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി, CPI-ML, ഇവിടുത്തെ CPM അല്ല, CPI-ML എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അതൊരു നെക്സലൈറ്റ് അനുഭവമുള്ള പാർട്ടി. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു വലിയ അലയൻസ് ഉണ്ടാക്കിയിട്ട് ബീഹാറിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ നിതീഷ് കുമാർ ആക്ച്വലി അയാൾ 9th ടൈമാണ് ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ആവുന്നത്. കഴിഞ്ഞ ഒരു 9 to 10 yearsൽ 5 തവണ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി മാറിയിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു ഓന്തെന്ന് വേണമെങ്കിൽ പറയാവുന്ന ആളാണ് ഈ നിതീഷ് കുമാർ എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിക്ക് നല്ല രീതിയിലുണ്ട്. അത്യാവശ്യം നല്ല ക്ലീൻ ഇമേജ് ആണ്, കറപ്റ്റ് ഒന്നും അല്ല. നല്ല രീതിയിൽ ഭരിക്കാനുള്ള കഴിവുണ്ട്. അതെല്ലാം സംബന്ധിച്ചു. പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അത് എന്റെ അഭിപ്രായത്തിൽ BJP അയാളെ തിരിച്ചെടുക്കരുതായിരുന്നു. എന്നിട്ട് അയാളെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയാക്കി മാറ്റണമായിരുന്നു. പക്ഷെ സ്റ്റിൽ BJP എടുത്തു. അവർക്ക് ഈ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ വിൻ ചെയ്യുക. ബീഹാറിലെ 40 ലോക്സഭാ സീറ്റ്സ് അങ്ങോട്ട് ബീഹാറിലുണ്ട്. അതെല്ലാം അവർക്ക് തന്നെ 42 കണ്ടായിരുന്നു ബീഹാറിലെ ഫുൾ വിൻ ചെയ്യുക. അതാണ് അവരുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടിയാണ് അവരിത് ചെയ്തേക്കുന്നത്. പക്ഷെ സ്റ്റിൽ ഇത് ഒരിക്കലും നല്ലൊരു കാര്യമല്ല. എന്തായാലും അത് പോട്ടെ. ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ വീണ്ടും BJP സഖ്യത്തിനൊപ്പം പോയിരിക്കുന്നു. BJP-യുടെ പിന്തുണയോടുകൂടി അദ്ദേഹം 9ാം തവണയും ബീഹാറിൽ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്നത്. അതാണ് മെയിൻ ന്യൂസ് എന്ന് പറയുന്നത്. ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റേഴ്സ് ആയിട്ട് സമ്രത് ചൗധരിയും വിജയ് കുമാർ സിൻഹയും സ്ഥാനമേറ്റു. സമ്രത് ചൗധരി ആൻഡ് വിജയ് കുമാർ സിൻഹ, ബോത്ത് ഓഫ് ദം ആർ ഫ്രം BJP. സമ്രത് ചൗധരി ആൻഡ് വിജയ് കുമാർ സിൻഹ. അതാണ്. പിന്നീട് പിന്നെ അവിടെ നിന്ന് പറയാല്ലേ, ഈ പൊളിറ്റിക്കൽ ന്യൂസ് ആയതുകൊണ്ട് തന്നെ ഞാൻ അത്രേ പറയുന്നുള്ളൂ. കൂടുതൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നീട് മോർ വയലൻസ് ഇൻ ഇംഫാൽ, അതൊക്കെ എന്താ പറയാനാണ്. എല്ലാ ദിവസവും മണിപ്പൂരുമായിട്ട് ബന്ധപ്പെട്ട് കലാപത്തിന്റെ ന്യൂസുകൾ മാത്രമാണ് പത്രത്തിലുള്ളത്. ഒരിക്കലും അവിടെ ഒരു പീസ് വരുന്നതായിട്ട് കഴിഞ്ഞ ഒരു 8-9 മാസമായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നീടും ആ പേജിലുള്ള ന്യൂസുകളിൽ ഇല്ല, വേറൊന്നും നമുക്ക് ആവശ്യമുള്ള ഇല്ല, ഇത്രയേ ഉള്ളൂ. അതിന് അടുത്ത പേജിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ അവിടെയും പൊളിറ്റിക്കൽ ന്യൂസുകളാണ് കൂടുതലും. അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ ചീഫ് മിനിസ്റ്റർ. ഹരിയാന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച്. ഹരിയാന ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ലോക്സഭ ഇലക്ഷൻ അല്ല. ലോക്സഭ ഇലക്ഷൻ ഹരിയാനയിൽ നടക്കുന്നുണ്ട്. അതല്ലാതെ ഹരിയാന എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോകുന്നത് ഈ വർഷമാണ്. അപ്പൊ അതാണ് ഇന്ത്യയിൽ ഒരു സ്ഥിതിവിശേഷം. ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന സംഭവമൊക്കെ വേണമെന്ന് ചില ആൾക്കാരല്ല, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് വേണമെന്ന്. കാരണം എന്ന് വെച്ചാൽ എന്നും ഇന്ത്യയിൽ ഇലക്ഷൻ ആണ്. ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ജൈജാന്റിക് എക്സർസൈസ്. ആക്ച്വലി ദർ ഈസ് നോ കമ്പാരിസൺ ഫോർ ഇന്ത്യൻ ഇലക്ഷൻ എനിവെയർ ഇൻ ദ വേൾഡ്. മറ്റൊരു രാജ്യത്തിന്റെ ഒരു ഇലക്ഷൻ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും ഒരു മൊണുമെന്റൽ ടാസ്ക് ആണ് ഈ പറഞ്ഞ ഇന്ത്യൻ ഇലക്ഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് ഓൾസോ വിത്തിൻ മന്ത്സ് നെക്സ്റ്റ് ഇലക്ഷൻ ഈസ് കമ്മിങ് ഹരിയാനയിൽ. അപ്പൊ ഇതൊരു എന്താ പറയുന്ന ഒരു നമ്മളുടെ മാൻ പവറും നമ്മളുടെ പിന്നീട് ധനവും എല്ലാം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു എക്സർസൈസ് ആയിട്ട് എന്നും ഇലക്ഷനാണ്. അതുകൊണ്ട് ഈ ഞാനത് പറഞ്ഞതേ ഉള്ളത്, പോട്ടെ, അതവിടെ നിൽക്കട്ടെ. രാംനാഥ് കോവിന്ദ് ആണ് അതിന്റെ ഫീസിബിലിറ്റിയെ കുറിച്ച് പഠിക്കുന്ന കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത്. വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിന്റെ ഫീസിബിലിറ്റിയെ കുറിച്ച് പഠിക്കുന്ന. അതുപോലെ ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ഋതുരാജ് അവസ്ഥയാണ്. ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനാണ് ഋതുരാജ് അവസ്ഥി. അപ്പൊ എന്തായാലും ഹരിയാനയിൽ ഈ വർഷം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ വരിക. അവിടെ ആം ആദ്മി പാർട്ടിക്ക് ഒരു കണ്ണുണ്ട്. കാരണം എന്താ വെച്ചാൽ ഡൽഹിയിൽ അവരുണ്ടായിട്ട് അവർക്ക് പഞ്ചാബിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞത് ഡൽഹിയോട് ചേർന്ന് നടക്കുന്ന പ്രദേശം ആയതുകൊണ്ട് അവർക്ക് ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാക്കാൻ പറ്റിയത്. അതുപോലെ ഹരിയാനയിലും കുറച്ച് ആം ആദ്മി പാർട്ടിക്ക് ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലമാണ്. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഷിബു സോറനെ കുറിച്ച് ഒരു ന്യൂസ് അവിടെ കാണാം. സോറി, ഷിബു സോറൻ അല്ല, ഹേമന്ത് സോറൻ. ഹേമന്ത് സോറന്റെ അച്ഛനാണ്. ഹേമന്ത് സോറൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. അദ്ദേഹത്തിന് കുറച്ച് ED കേസുകളുണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അദ്ദേഹത്തിനെതിരെ കുറച്ച് കറപ്ഷൻ കേസസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ RN രവി, തമിഴ്നാടിന്റെ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസുകളും കാണാം. TN ഗവർണർ RN രവി. ഇപ്പൊ എനിക്കൊന്ന് നമ്മളുടെ MK സ്റ്റാലിൻ ചീഫ് മിനിസ്റ്ററെ പോലെ ഭയങ്കര പോപ്പുലറാണ് RN രവി. പല അദ്ദേഹം എടുക്കുന്ന സ്റ്റാൻഡുകളും ഉണ്ട്, അദ്ദേഹത്തിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളും ഉണ്ട് എല്ലാം. അപ്പോ RN രവി. പിന്നീട്
പിന്നെ ആ പേജില് റോഹിംഗ്യ റെഫ്യൂജീസ് മൂവ് കോർട്ട് ഓവർ ഹേറ്റ് ക്യാമ്പയിൻസ് ഓൺ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ന്യൂസ് കാണാം. റോഹിംഗ്യ റെഫ്യൂജീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെ നിന്നാണ് റോഹിംഗ്യ റെഫ്യൂജീസ് വന്നത് ഇന്ത്യയിലേക്ക്? റോഹിംഗ്യ റെഫ്യൂജീസ് വന്നത് എവിടെ നിന്നാണ്? മ്യാൻമറിൽ നിന്നാണ്. മ്യാൻമറിൽ റിലീജിയസ് പെർസിക്യൂഷൻ നേരിട്ട അവിടുത്തെ മുസ്ലിം മൈനോറിറ്റി വിഭാഗമാണ്. ബംഗ്ലാദേശി ഒറിജിൻ ആണ് അവര്. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് ആ ഒരു പ്രോബ്ലം ഉണ്ടായപ്പോൾ അവിടുത്തെ ബുദ്ധിസ്റ്റ്, മ്യാൻമറിൽ കൂടുതലും ബുദ്ധിസ്റ്റ് വിഭാഗക്കാരാണ്, ഇവരെ അറ്റാക്ക് ചെയ്തു. അപ്പം അവിടെ നിന്ന് പലായനം ചെയ്തു. റെഫ്യൂജീസ് ആയിട്ട് പല സ്ഥലങ്ങളിലേക്ക് അവർ ഏറ്റവും കൂടുതൽ പോയത് അവരുടെ തന്നെ ആദ്യത്തെ സ്വന്തം രാജ്യമായിരുന്ന ബംഗ്ലാദേശിലേക്കാണ്. ബംഗ്ലാദേശിൽ ലാക്സ് ഓഫ് റോഹിംഗ്യ റെഫ്യൂജീസ് ആർ ദർ. ഇന്ത്യ ഈസ് ഓൾസോ ഹാവിങ് സം റോഹിംഗ്യ റെഫ്യൂജീസ്. അപ്പൊ അവർക്കെതിരെ ചില ഹേറ്റ് ക്യാമ്പയിൻസ് ഒക്കെ ഫേസ്ബുക്കിലൊക്കെ നടക്കുന്ന പറഞ്ഞ പേരിലാണ് ഈ ഒരു അവർ കോർട്ടിനെ അപ്രോച്ച് ചെയ്തേക്കാണ്. പിന്നീട് മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ചാല് സിദ്ധരാമയ്യ റിഗ്രറ്റ്സ് ഹിസ് റെഫറൻസ് ടു മർമു അറ്റ് മീറ്റിംഗ്. അത് ഇന്ത്യയുടെ പ്രസിഡന്റിന് എന്തോ മോശമായിട്ട് സിദ്ധരാമയ്യ പറഞ്ഞെന്നുള്ള പേരിൽ വിവാദമായി. സിദ്ധരാമയ്യ അറിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ല. സിദ്ധരാമയ്യ ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക. ദ്രൗപദി മുർമു ആയിരുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. ഇന്ത്യയുടെ ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റ് ആണ്. ഇന്ത്യസ് ഫസ്റ്റ് പ്രസിഡന്റ് ഫ്രം ട്രൈബൽ കമ്മ്യൂണിറ്റി. അപ്പൊ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് ഫ്രം ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ഈ ദ്രൗപദി മുർമു. അതാണ് അവരുടെ പ്രത്യേകത. പിന്നീട് ഇപ്പോ ഇന്ത്യയില് ഭയങ്കര ഒരു അജിറ്റേഷൻ, OBC റിസർവേഷൻ ഞങ്ങൾക്ക് കൂടെ തരണം, നമുക്കൂടെ OBC റിസർവേഷൻ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നും പറഞ്ഞ് നടന്നു. ഒരു സ്ഥലത്ത് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പൊളിറ്റിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്റ്റേറ്റ്. മഹാരാഷ്ട്രയ്ക്ക് പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് മാത്രമല്ല എക്കണോമിക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ GSDP ഉള്ള സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. GSDP മീൻസ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ GSDP ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഉള്ള സ്റ്റേറ്റും മഹാരാഷ്ട്രയാണ്. So it is politically significant and also economically significant. So മഹാരാഷ്ട്രയിലെ ഏറ്റവും ന്യൂമറിക്കലി ഡോമിനന്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് മറാഠ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. മറാഠ കമ്മ്യൂണിറ്റി, ശരത് പവാറിനെ പോലെ അവിടുത്തെ ടോൾ പൊളിറ്റീഷ്യൻസ് ആർ ഫ്രം മറാഠ കമ്മ്യൂണിറ്റി. അപ്പൊ ഈ മറാഠ കമ്മ്യൂണിറ്റിക്ക് OBC സ്റ്റാറ്റസ് വേണമെന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ടാക്കി അവർ വലിയ അജിറ്റേഷൻസ് നടത്തി. അറ്റ് ദ എൻഡ് ഓഫ് ദോസ് അജിറ്റേഷൻസ് മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ ഏകനാഥ് ഷിൻഡെ പ്രോമിസ് ടു ഗീവ് ദം OBC status like any other OBC communities. They will also get the benefit of a reservation, OBC reservation. അത് ഭയങ്കര ക്രിറ്റിസിസം ആയി. അവിടെ അതർ OBC കമ്മ്യൂണിറ്റീസ് അവർക്ക് അവരുടെ ഷെയർ കുറയത്തില്ല. അപ്പൊ അവർ പ്രോബ്ലം ഉണ്ടാക്കും. അപ്പൊ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസുകൾ അവിടെ ഉള്ളത്. പിന്നെ വേറെ ന്യൂസ് നമുക്ക് ആവശ്യമുള്ള. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലെ ഹിന്ദുവിൽ 2 എഡിറ്റോറിയൽസ് ആണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്താണെന്ന് ചോദിച്ചാൽ സെറിമണി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അത് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഇപ്പോ യഥാർത്ഥത്തിൽ എഗ്രിമെന്റ്സ് ഒന്നും ഇപ്പൊ ഉണ്ടായ എഗ്രിമെന്റ്സ് ഒന്നും അല്ല. യഥാർത്ഥത്തില് നരേന്ദ്രമോദി July 14 ലാസ്റ്റ് ഇയർ 2023 July 14 വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് July 14? അത് ലാസ്റ്റ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. July 14 ഇസ് ദ ഫ്രഞ്ച് നാഷണൽ ഡേ. ഫ്രഞ്ച് നാഷണൽ ഡേ അറിയപ്പെടുന്നത് ബാസ്റ്റെയിൽ ഡേ എന്നാണ്. ബാസ്റ്റെയിൽ ഡേ. ഈ ബാസ്റ്റെയിൽ ഡേയിൽ ചീഫ് ഗസ്റ്റ് നരേന്ദ്രമോദി ആയിരുന്നു കഴിഞ്ഞ വർഷം. ആ പരിപാടിയിൽ പങ്കെടുത്ത് മോഡിയും ഇമാനുവൽ മാക്രോണും തമ്മിൽ കുറെ എഗ്രിമെന്റ്സ് ഉണ്ടാക്കി. ഇതൊരു ഷോർട്ട് നോട്ടീസിലാണ് ഇമാനുവൽ മാക്രോൺ ഇന്ത്യയിൽ വന്നത്. അതിന്റെ റീസൺ നിങ്ങൾക്ക് അറിയാം. ബിക്കോസ് ഇന്ത്യയുടെ പ്ലാൻ വാസ് ടു invite to bring Joe Biden for Republic Day parade as the chief guest, but he declined that invitation. That's why നമ്മൾ ക്വിക്ക്ലി അറേഞ്ച് ചെയ്ത another chief guest ആണ് അതാണ് പിന്നീട് ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വേറെ കുറെ എഗ്രിമെന്റ്സ് ഉണ്ടാക്കാനുള്ള അങ്ങനെ വലിയ സമയമൊന്നും കിട്ടിയില്ല. കാര്യം വളരെ ഷോർട്ട് നോട്ടീസിൽ 1 മാസത്തിനകം കൊണ്ടാണ് ഇതെല്ലാം നടന്നത്. അപ്പൊ അതുകൊണ്ട് പഴയ എഗ്രിമെന്റുമായിട്ട് പഴയ മോഡിയുടെ മീറ്റിംഗുമായിട്ട് വിസിറ്റിൽ ഉണ്ടായ കുറച്ച് എഗ്രിമെന്റ്സിന്റെ കണ്ടിന്യൂഷൻ മാത്രമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ്. അപ്പോ ഇന്ത്യയുടെയും ഫ്രാൻസിന്റെയും ഇടയിൽ 2047 കൂടി നമുക്ക് ഉണ്ടാക്കേണ്ട കുറച്ച് ഡെവലപ്മെന്റുകളെ കുറിച്ച് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതിന്റെ പേര് ഹൊറൈസൺ 2047 എന്നാണ്. Not only had the two countries already announced a fairly ambitious Horizon 2047 relationships roadmap, but they had also stated plans for joint production of military hardware, cutting-edge technology transfers and new purchase deals for French aircraft engines and submarines. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഒരു ജോയിന്റ് പ്രൊഡക്ഷൻ ഡിഫൻസ് മേഖലയിൽ ഉള്ളത് ഫ്രാൻസുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ എഗ്രിമെന്റ്സ് എങ്കിലും ഉള്ളത്. അപ്പൊ
ഈ എഗ്രിമെന്റ്സിൽ പലതും റിയാലിറ്റിയിലേക്ക് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ വളരെ വലിയ രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും ഈ രണ്ട് രാജ്യങ്ങളുടെയും ഇടയിൽ ഇല്ലാത്തത് കൊണ്ട്. ഈവൻ റഷ്യയുമായിട്ട് നമ്മൾ പല ജോയിന്റ് പ്രൊഡക്ഷൻ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നെങ്കിലും ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പ് ഫ്രാൻസിനെക്കാളും സ്ട്രോങ്ങർ ആണെങ്കിലും ഡ്യൂ ടു വേരിയസ് സാങ്ഷൻസ് അഗെയിൻസ്റ്റ് റഷ്യ ഫ്രം ദ കൺട്രീസ് ലൈക്ക് US, ഇന്ത്യ ഈസ് നോട്ട് ഏബിൾ ടു ഒരു റിയലൈസേഷൻ ഫേസിലേക്ക് പോകാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് റഷ്യയുടെ കേസിൽ. പക്ഷേ ഫ്രാൻസിന്റെ കേസിൽ അത്തരത്തിലുള്ള ഒരു പ്രോബ്ലംസും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് ഇത്തരത്തിലുണ്ടാക്കുന്ന ജോയിന്റ് പ്രൊഡക്ഷൻ എഗ്രിമെന്റ്സ് ഒക്കെ. ഇന്ത്യയുടെ നരേന്ദ്രമോദി ഗവൺമെന്റ് ഏറ്റവും വലിയ നയങ്ങളിൽ ഒരെണ്ണമാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഗ്ലോബൽ കമ്പനീസിനെ ഇൻവൈറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്തുകയാണ്. നോട്ട് ഓൺലി ഫോർ ഇന്ത്യ ബട്ട് ഓൾസോ ഫോർ ദ എൻറ്റയർ വേൾഡ്. ചൈന ചെയ്യുന്നത് പോലെ ഇന്ത്യയിലേക്ക് വരിക, പ്രൊഡ്യൂസ് ചെയ്യുക, ഇവിടത്തേക്ക് വേണ്ടാത്തൊരു സാധനമാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുക. ബോയിങ് ഒക്കെ ഇപ്പോൾ കർണാടകത്തിൽ ബംഗളൂരുവിൽ ഇപ്പം കൊണ്ടുവരുന്ന ഡിസൈൻ അവരുടെ ഒരു ഡിസൈനുമായിട്ട് അവരുടെ എയർക്രാഫ്റ്റ് ഡിസൈൻ മെയിൻ്റനൻസ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു സംഭവം അവരിപ്പോൾ അവിടെ ഇപ്പോൾ പ്രൈം മിനിസ്റ്ററാണ് ഇനാഗുറേറ്റ് ചെയ്തത്. അവിടെ പുതിയ എയർക്രാഫ്റ്റുകളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആയിരിക്കണമെന്നുണ്ടോ? വേൾഡിന് വേണ്ടിയിട്ടാണ്. അപ്പം അതാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഈ ഫ്രാൻസ് അത്തരത്തിലുള്ള ചില വെഞ്ചേഴ്സിനെ കുറിച്ച് ഇന്ത്യയിൽ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രാൻസിലെ എയർബസ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ ടാറ്റ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ഇന്ത്യയിലെ ആദ്യത്തെ സിവിലിയൻ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. B2B എഗ്രിമെന്റ് ആണ്. അതൊരു ബിസിനസ് ടു ബിസിനസ് എഗ്രിമെന്റ് ആണ്. ഫ്രാൻസിലെ എയർബസ് എന്ന് പറഞ്ഞൊരു ബിസിനസ് ആണ്, ഇന്ത്യയിലെ ടാറ്റ എന്ന് പറയുന്നൊരു ബിസിനസ് ആണ്. അപ്പോൾ അവർ തങ്ങളുള്ള എഗ്രിമെന്റ് ആയിട്ടാണ് അതിന്റെ B2B എന്ന് പറയുന്നത്. അത് ഈ മാക്രോണിന്റെ വിസിറ്റിൽ നടന്നൊരു സംഭവമാണ്. പക്ഷെ G2G ഉണ്ട്, ഗവൺമെന്റ് ടു ഗവൺമെന്റ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ഇന്ത്യക്കും ഫ്രാൻസിനും കൂടെ. ഇത് ഒരു സ്നെയിൽ പേസിൽ, ഒരു ഒച്ചടയുന്ന വേഗതയിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്തെ ഈ ഒരു എഗ്രിമെന്റ് വരുന്നതാണ്. ജയ്റ്റാപൂർ ഈസ് ഇൻ മഹാരാഷ്ട്ര. അവിടുത്തെ ലോക്കൽസ് ഈ പറഞ്ഞ ന്യൂക്ലിയർ പവർ പ്ലാന്റ് അവിടെ ഉണ്ടാക്കുന്നതിനെ എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഇതൊരിക്കലും അത് നടന്നിട്ടില്ല. പക്ഷേ അത് ഒരിക്കലും നടക്കും അത്. കാരണം അത് ഇന്ത്യയും ഫ്രാൻസും ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല ഈ ജയ്റ്റാപൂർ ന്യൂക്ലിയർ പവർ പ്ലാന്റ്. ദിസ് ഈസ് എ G2G എഗ്രിമെന്റ്. ഇതൊരു G2G ആണ്. G2G മീൻസ് ഗവൺമെന്റ് ടു ഗവൺമെന്റ് എഗ്രിമെന്റ് ആണ്. അപ്പൊ ഞാനിത് പറഞ്ഞേ ഉള്ളൂ. ഇതിലങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയാൻ ഒരുപാട് കൂടുതൽ എഗ്രിമെന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇതൊരു ഷോർട്ട് നോട്ടീസിലാണ് മാക്രോൺ ഇന്ത്യയിൽ വന്നത്. അതുകൊണ്ട് ഇനി മൊമന്റസ് റൂളിംഗ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ എഡിറ്റോറിയൽ. ഇറ്റ് ഈസ് അഗെയിൻ an editorial related to international issues. അപ്പം ആ ഒരു എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ICJയുടെ റൂളിങ്ങിനെ കുറിച്ചാണ്. ICJ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഈസ് എ UN court, United Nations sponsored court, and its headquarters is in Hague. Hague is in Netherlands. നെതർലാൻഡ്സിലെ ഹേഗിലുള്ള UN സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു കോർട്ടാണ് ICJ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അവിടത്തേക്ക് എന്തിന് ആ കേസിന്റെ അവിടെ എന്ത് കേസാണ് നടന്നെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇട്ട് തന്നെയാണ്. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യം, സൗത്ത് ആഫ്രിക്ക ഇസ്രായേലിന് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുത്തു. ഇസ്രായേൽ ജിനോസൈഡ്, വംശഹത്യ നടത്തുന്നു ഗാസയിൽ എന്നുള്ള പേരിൽ. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരുടെ വാർ അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പൊ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പക്ഷെ അങ്ങനെയൊന്നും ഇസ്രായേലിനോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ അവിടുത്തെ വാർ സ്റ്റോപ്പ് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇസ്രായേലിനോട് പറഞ്ഞേക്കുന്നത് നിങ്ങൾ ജിനോസൈഡൽ ആയിട്ടുള്ള വംശഹത്യാപരമായിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടാകാതിരിക്കാൻ സവിശേഷ ശ്രദ്ധ എടുക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവരുടെ വാർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞില്ല. അത് വിജയമായിട്ട് ഇസ്രായേൽ പറയുന്നുണ്ട്. അതേസമയത്ത് അത് ഇസ്രായേലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വാർണിംഗ് ആണെന്നും മറ്റു രാജ്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഇതില് ജിനോസൈഡ് അല്ലെങ്കിൽ വംശഹത്യ നടക്കുന്നില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല, നടക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നടക്കാൻ എന്തെങ്കിലും സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണമെന്നാണ്, അതിനുള്ള നടപടികൾ എടുക്കണമെന്നാണ് ഇസ്രായേലിനോട് പറഞ്ഞേക്കുന്നത്. അപ്പം രണ്ട് സൈഡിനും വിൻ വിൻ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ എന്തായാലും ഈ വാറിനെ അവർ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറയാത്ത കാര്യം, October 7 അറ്റാക്ക് എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന നേഷന്റെ മുകളിൽ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് നടത്തിയ, നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഭീകര സംഘടന നടത്തുന്ന ഹമാസ് ഒക്കെ പോലുള്ള, അല്ലെങ്കിൽ അൽഖ്വയ്ദ ഇന്ത്യയിൽ ഒരു അറ്റാക്ക് നടത്തി, അതൊക്കെ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന്റെ അറ്റാക്കാണ്. അപ്പം അത്തരത്തിലുള്ള അറ്റാക്ക് നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള കൗണ്ടർ മെഷേഴ്സ് എടുക്കാനുള്ള അവകാശം ഒരു രാജ്യത്തിനുണ്ട്. അതുകൊണ്ടാണത് സ്റ്റോപ്പ് ചെയ്യാൻ അവർ പറയാത്തത്. പക്ഷെ സ്റ്റിൽ ഇസ്രായേലിന് ചെറിയൊരു തിരിച്ചടി ഉണ്ട് ഇതിൽ. അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ രണ്ടാമത്തെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് ആ പേജിലുള്ളത്. അതിനടുത്ത പേജ് ഒപ്പീനിയൻ പേജ് ഒന്നും നമുക്ക് വേണ്ട. ആധാർ ബേസ്ഡ് പേ, എ ബാഡ് ഐഡിയ ഫോർ MGNREGS.
ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ടൈം ഇപ്പൊ എന്റെ മുന്നിലില്ല. എനിക്ക് ഇത് ഒരു ലിമിറ്റഡ് ടൈമിനകത്ത് 2 ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. MGNREGS മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിൽ ഇനി മുതൽ പേയ്മെന്റ് ഈ ജാനുവരി 1 തൊട്ട് പേയ്മെന്റ് ആധാർ ബേസ്ഡ് പേയെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആധാർ സീഡിംഗ് ഒക്കെ നടത്തിയിട്ടുള്ള അക്കൗണ്ടുകൾ വഴി. അപ്പം അതിൽ കുറെ പ്രോബ്ലംസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾസ് ഹിന്ദുവിൽ വന്നിട്ടുണ്ട്. അതിൽ 1-2 ഞാൻ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് ഒരു ഒപ്പീനിയൻ ആർട്ടിക്കിൾ ആണത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസ്, ഇപ്പം സിവിൽ സർവീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ GS2 ഇന്റർനാഷണൽ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില ആർട്ടിക്കിൾസ് ഇവിടെ കാണാം. അനലൈസിങ് ചൈനാസ് ടൈസ് വിത്ത് ആഫ്രിക്ക. ഇത് ചൈനയുടെ ടൈസ് വിത്ത് ആഫ്രിക്ക ആണെന്ന് കരുതിയിട്ട് നമുക്ക് അത് പ്രോബ്ലം ഇല്ലാതിരിക്കത്തില്ല. ഇത് ഇന്ത്യക്ക് ഒരു പർട്ടിക്കുലർ കൺസേൺ ആണ്. ആഫ്രിക്കയായിട്ടൊക്കെ ചൈന വളരെ സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നത്. കാര്യം ഇന്ത്യക്ക് ആഫ്രിക്കൻ നേഷൻസുമായിട്ട് വലിയ അടുത്ത ബന്ധമുള്ളതാണ്. ഇന്ത്യക്ക് ഒരുപാട് ഇൻട്രസ്റ്റുകളുണ്ട് ആഫ്രിക്കയിൽ. ഇപ്പൊ ചൈനയുടെ ഇൻഫ്ലുവൻസ് ആഫ്രിക്കയിൽ കൂടുമ്പോൾ ദാറ്റ് വിൽ നോട്ട് ബി ഗുഡ് ഫോർ ഇന്ത്യ. നോട്ട് ഓൺലി ഇന്ത്യ ബട്ട് ഓൾസോ ഓൾ ദ അതർ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് നേഷൻസ്. അവർക്കും അവരുടെയും താല്പര്യങ്ങൾ അഫക്ട് ചെയ്യും. ചൈന ഡീപ്പ് ഇൻട്രോഡ്സ് ആണ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ. അതിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ ആണ്. ഐവറി കോസ്റ്റിന്റെ പ്രസിഡന്റുമായിട്ടൊക്കെ അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ നിൽക്കുന്ന ഫോട്ടോ ഒക്കെയാണ് കാണുന്നത്. ഐവറി കോസ്റ്റ് ഈസ് ആൻ ആഫ്രിക്കൻ കൺട്രി. പിന്നെ ഒരു എക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള RBIയുടെ ഒരു ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള RBIയുടെ ചില ഗൈഡ് ലൈൻസ് ഒക്കെ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു വേണ്ട. പിന്നീട് ന്യൂസ് പേജ് നാഷണൽ പേജിലേക്ക് പോകുമ്പോൾ വേക്കന്റ് ഫാക്കൽറ്റി പോസ്റ്റ് വോണ്ട് ബി റിസർവ്ഡ്. UGC ചെയർമാൻ, UGCയുടെ ചെയർമാൻ ആരാണ്? ജഗദീഷ് കുമാർ ആണ് UGCയുടെ ചെയർമാൻ. ജഗദീഷ് കുമാർ ആണ് UGCയുടെ ചെയർമാൻ. അത് അറിഞ്ഞിരിക്കണം. ജഗദീഷ് കുമാർ UGCയുടെ ചെയർമാൻ. പിന്നെ ഇന്ത്യ സ്റ്റുഡ് ബൈ അവർ ഇലക്ഷൻ പ്രോസസ് സേസ് ബംഗ്ലാദേശ് മിനിസ്റ്റർ. അത് ഞാൻ ഇതിനെ കുറിച്ച് മുമ്പ് നിങ്ങളെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബംഗ്ലാദേശിൽ അവിടുത്തെ ഗവൺമെന്റിന് പല രീതിയിലുള്ള പ്രോബ്ലംസും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എസ്പെഷ്യലി ഡെവലപ്ഡ് നേഷൻസിന്റെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് അവിടുത്തെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഇലക്ഷനിൽ കുറെ പ്രോബ്ലംസ് ഉണ്ടെന്നൊക്കെയുള്ള പേരിൽ ഈവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പോലും അവിടുത്തെ ഷെയ്ഖ് ഹസീന ഗവൺമെന്റ് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ ഉറച്ചു നിന്നത് ഇന്ത്യ, റഷ്യയും ചൈനയൊക്കെ ഒബ്വിയസ്ലി നിന്നു. അപ്പൊ അതിനെ കുറിച്ച് അവിടുത്തെ ഒരു മിനിസ്റ്റർ പറഞ്ഞേക്കുന്നതാണ് ഈ ന്യൂസ്. പിന്നീട് മോഡിയുടെ മൻ കി ബാത്തുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ പറയുന്നത്. മൻ കി ബാത്ത് ഈസ് ദ മന്ത്ലി റേഡിയോ അഡ്രസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ടു ദ നേഷൻ. അപ്പോ അതിനെ കുറിച്ചാണ്. പിന്നെ താഴോട്ട് വരുമ്പോ ഫോറസ്റ്റ് റൈറ്റ്സ് ക്യാൻ ഇൻഫ്ലുവൻസ് പോൾ റിസൾട്ട്സ് ഇൻ നിയർലി a third of ലോക്സഭ സീറ്റ്സ് എന്നൊരു ന്യൂസ് കാണാം. ഇത് ഹിന്ദുവിന്റെ ഒരു ന്യൂസ് അനാലിസിസ് ആണ്. ഇതൊരു ന്യൂസ് ഒന്നും അല്ല. ഫോറസ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഒരു ആക്ട് ഉണ്ട് ഇന്ത്യയിൽ. അതിന്റെ യഥാർത്ഥ പേര് അങ്ങനെയല്ല. ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് റെക്കഗ്നീഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 എന്നാണ്. ആക്ച്വലി ആ ആക്ടിനെ എല്ലാവരും വിളിക്കുന്നത് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്നാണെങ്കിലും അതിന്റെ യഥാർത്ഥ പേര് അങ്ങനെ അല്ല. പേര് പഠിക്കണം. ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് റെക്കഗ്നീഷൻ ഓഫ് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് 2006 എന്നാണ്. ഈ ആക്ട് കുറച്ച് കോൺട്രവേഴ്സ്യൽ ആണ്. ആക്ച്വലി ഈ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ട്രൈബൽ ആൾക്കാർക്ക്, വനവാസികളായിട്ടുള്ള ആൾക്കാർക്ക് അവര് താമസിക്കുന്ന ഫോറസ്റ്റ് ഏരിയയുടെയൊക്കെ അവകാശം കിട്ടുന്നതും എല്ലാം, അതുപോലെ വനവിഭവങ്ങൾ, ഫോറസ്റ്റിലെ പല റിസോഴ്സസും അവർക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ എല്ലാം അടിസ്ഥാനം ഈ ആക്ട് ആണ്. പക്ഷേ ഈ ആക്ട് പ്രകാരം പലപ്പോഴും അവർക്ക് അവര് ലിവിങ് മേക്കൗട്ട് ചെയ്യുന്ന മേഖലയുടെ ഉടമസ്ഥാവകാശമോ ഈ റിസോഴ്സസിന്റെ മുകളിലുള്ള അവകാശമൊന്നും അവർക്ക് പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ പല ഇതുപോലുള്ള ട്രൈബൽ ആൾക്കാരും ഇതിന്റെ കാര്യത്തിൽ കുറച്ച് വിഷമം ഉള്ളവരാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ആണത്. അതില് ഇലക്ഷനിലെ വരെ ഇതൊരു മാറ്റർ ആയി കഴിഞ്ഞാൽ ഇലക്ഷൻ റിസൾട്ടിനെ വരെ സ്വാധീനിക്കാനുള്ള കപ്പാസിറ്റി ഈ ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ടിനുള്ളതാ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതാണ്. അതിനടുത്ത പേജ് പോകുമ്പോൾ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ഒരു ന്യൂസ് പോലും നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫുള്ളി നിതീഷ് കുമാർ ഇന്ത്യ അലയൻസ് ലീവ് ചെയ്തതിനെ കുറിച്ചാണ്. നിതീഷ് കുമാറിനെ ഒപ്പോസിഷൻ പാർട്ടി ലീഡേഴ്സ് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്നു. BJP ലീഡേഴ്സ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതാണ്, അല്ല വേറെ ഒന്നും പറയാനില്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ സുപ്രീം കോർട്ടിന്റെ ഡയമണ്ട് ജൂബിലി ആയിരുന്നു ഇന്നലെ ജാനുവരി 28 അല്ലായിരുന്നു. ജാനുവരി 28, 1950
നമ്മളുടെ സുപ്രീം കോർട്ടിന്റെ ഫസ്റ്റ് സിറ്റിംഗ് എന്ന് പറയുന്നത്. സുപ്രീം കോർട്ടിന്റെ ഫസ്റ്റ് സിറ്റിംഗ് എന്നായിരുന്നു അറിഞ്ഞിരിക്കണം, ജാനുവരി 28, 1950. അപ്പോ അത് ഇത് ഈ വർഷം ജാനുവരി 28 ആകുമ്പോൾ 75ാമത് ഇയറിലേക്ക് കടക്കുവാണ്. അപ്പൊ അതുകൊണ്ടാണ് 75th ആനിവേഴ്സറി ആണ് നമ്മുടെ ഡയമണ്ട് ജൂബിലി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇടയ്ക്ക് ആഘോഷിച്ചത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഇൻഡിപെൻഡൻസിന്റെ 75th ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് ഡയമണ്ട് ജൂബിലി എന്നാണ്. സിൽവർ ജൂബിലി, പ്ലാറ്റിനം ജൂബിലി, ഡയമണ്ട് ജൂബിലി, സിൽവർ ജൂബിലി, ഗോൾഡൻ ജൂബിലി, അത് കഴിഞ്ഞ് പ്ലാറ്റിനം ജൂബിലി ആയിരുന്നിട്ട് ഡയമണ്ട് ജൂബിലി 100 ഇയേഴ്സിന്റെ ആണല്ലോ. അത് എന്താണ്, എനിക്ക് തോന്നുന്നു പ്ലാറ്റിനം ജൂബിലിയാണ്, സോറി ഡയമണ്ട് ജൂബിലി ആയിരിക്കത്തില്ല, പ്ലാറ്റിനം ജൂബിലി ആണ് 75. ഇങ്ങനെയാണ് ഞാൻ പഠിച്ചു വെച്ചേക്കുന്നത്. അതിലെല്ലാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കൊള്ളാം. സിൽവർ ജൂബിലി 25 ഇയേഴ്സിന്റെ സെലിബ്രേഷൻ ആണ്. 50 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ഗോൾഡൻ ജൂബിലി എന്ന് പറയും. പ്ലാറ്റിനം ജൂബിലിയെ 75 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് പ്ലാറ്റിനം ജൂബിലി എന്ന് പറയും. അതുപോലെ ഡയമണ്ട് ജൂബിലി എന്ന് പറഞ്ഞാൽ 100 ഇയേഴ്സ്. അപ്പൊ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന്റെ പ്ലാറ്റിനം ജൂബിലിയാണ് ഇപ്പം കഴിഞ്ഞത് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളത് ചെക്ക് ചെയ്തോളുക. ഞാൻ എൻ്റെ ഓർമ്മയെന്ന് പറഞ്ഞാണ്. സിൽവർ ജൂബിലി, ഗോൾഡൻ ജൂബിലി, പ്ലാറ്റിനം ജൂബിലി, ഡയമണ്ട് ജൂബിലി. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ത്യയുടെ സുപ്രീം കോർട്ട് ഫസ്റ്റ് സിറ്റിംഗ് വാസ് ഇൻ 1950 ജാനുവരി 28. അതിന്റെ 75th ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. അതിൽ പ്രൈം മിനിസ്റ്റർ ആണ് ആ പരിപാടിയിൽ പങ്കെടുത്തതും ഇനാഗുറേറ്റ് ചെയ്തതൊക്കെ. അതിന്റെ ന്യൂസ് ഇവിടെയും കാണാം. അപ്പൊ ഒരുമിച്ച് ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോ നിങ്ങൾക്ക് ഇവിടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെ കാണാം. അദ്ദേഹത്തിന്റെ സ്പീച്ച് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യയുടെ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ പേര് ഇവിടെ ഉണ്ട്. ആദ്യത്തെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കാനിയ, HJ കാനിയ എന്നാണ് അദ്ദേഹത്തിനെ ചുരുക്കി പറഞ്ഞത്. HJ കാനിയ, ഹരിലാൽ ജെ കാനിയ, HJ കാനിയ. അതൊക്കെയാണ്. പിന്നീട് നമ്മളെ റിപ്പബ്ലിക് ഡേ ആയിട്ട് ബന്ധപ്പെട്ട ഫെസ്റ്റിവിറ്റീസിന്റെ എൻഡിൽ നടക്കുന്ന സെറമണിയാണ് മീറ്റിംഗ് റിട്രീറ്റ് സെറമണി. നിങ്ങൾ എവിടെയെങ്കിലും ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവം. റിപ്പബ്ലിക് ഡേയുടെ സെലിബ്രേഷൻസിന്റെ അവസാനം മീറ്റിംഗ് റിട്രീറ്റ് സെറമണിയോട് കൂടിയാണ് അറിഞ്ഞിരിക്കണം. മീറ്റിംഗ് റിട്രീറ്റ് സെറമണി അത് സാധാരണ നടക്കുന്നത് വിജയ് ചൗക്കിലാണ്. ഡൽഹിയിലെ വിജയ് ചൗക്കിലാണ് നടക്കുന്നത്. വിജയ് ചൗക്ക്, CHOWK. പിന്നെ HPCLന്റെ ചെയർമാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. HPCL എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. അതിന്റെ ചെയർമാന്റെ പേരൊന്നും പഠിച്ചാലും കുഴപ്പമില്ല. പുഷ്പകുമാർ ജോഷി എന്നാണ്. HPCL ഈസ് എ മഹാരത്ന കമ്പനി. മഹാരത്ന കമ്പനി എന്താണെന്നൊക്കെ ഞാൻ ഈ ഒരു ഷോർട്ട് വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. മഹാരത്ന കമ്പനി, നവരത്ന കമ്പനി, മിനി രത്ന കമ്പനി. 3 different types of categorizations are there for Indian public owned companies. Out of them, Maharatna companies are the biggest companies. And HPCL is one among the Maharatna companies. അതിന്റെ ചെയർമാന്റെ പേരാണ് പുഷ്പ കുമാർ ജോഷി. പിന്നെ ഇന്ത്യയുടെ പുതിയ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കാണാം. ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് സീരീസിലെ പുതിയ സാറ്റലൈറ്റ് ആണ് ഇൻസാറ്റ് 3DS. ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് അത് ലോഞ്ച് ചെയ്യുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. GSLV F-14 ആണ് ഇത് ലോഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലോഞ്ച് വെഹിക്കിൾ. GSLV F-14. പിന്നെ ജർമ്മനി 6 ഇന്റർ ഗവൺമെന്റ് ലീവ് ഫറാന്ന് വേണ്ട. നോർത്ത് ഈസ്റ്റിലെ ആദ്യത്തെ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ പോകുന്നു. നോർത്ത് ഈസ്റ്റിലെ ഫസ്റ്റ്, നോർത്ത് ഈസ്റ്റ് മീൻസ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആസാമും അരുണാചൽ പ്രദേശും മേഘാലയയും മിസോറാമും നാഗാലാൻഡും മണിപ്പൂരും ത്രിപുരയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന നോർത്ത് ഈസ്റ്റിലെ ഫസ്റ്റ് നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ. ഏതാണ്ട് 100 crores ആണത് ഉണ്ടാക്കുന്നത്. ഇതെവിടെയാണെന്ന് വെച്ചാൽ ആസാമിലാണ്. ആസാമിലെ ദിബ്രുഗർഹ് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ്. ദിബ്രുഗർഹ് ഡിസ്ട്രിക്ട്. അതിനടുത്ത പേജിൽ പോകുമ്പോ മുകളിലുള്ള ന്യൂസുകൾ നമുക്ക് വേണ്ട, താഴോട്ട് വരുമ്പോൾ നോക്കാം. 3 US troops killed in drone attack on Jordan base. ജോർദാനിലെ US-ന്റെ ബേസിൽ ഉണ്ടായിരുന്ന ഒരു US ബേസ് ഉണ്ട്. US-ന്റെ മിലിറ്ററി ബേസ് ഒക്കെ ജോർദാനിലുണ്ട്. അവിടെ ഹൂതീസ് ആയിരിക്കും മിക്കവാറും നടത്തിയുള്ള ഒരു ഡ്രോൺ അറ്റാക്ക് നടത്തി. അതിൽ 3 US പട്ടാളക്കാർ കില്ല് ചെയ്യപ്പെട്ടെന്നൊരു ന്യൂസ് ആണ്. അത് വേറെ ഒന്നും പറയാനില്ല. പിന്നെ UNRWA എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഒരു കോൺട്രവേഴ്സി വന്നേക്കാണ് UNRWA ആയിട്ട് ബന്ധപ്പെട്ട്. UN Refugee Agency for Palestinians. UN Refugee Agency for Palestinians 1948
ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടായപ്പോൾ അന്ന് നടന്ന വാറുകളിലൊക്കെ റെഫ്യൂജീസ് ആയിട്ട് പോകേണ്ടി വന്ന കുറെ പലസ്തീനിയൻസ് ഉണ്ട്. 1948 ഇസ്രായേൽ ഉണ്ടാകുന്ന സമയത്ത് നടന്ന വാറിൽ റെഫ്യൂജീസ് ആയിട്ട് പോയ ആൾക്കാർ. അവർ ഗാസയിൽ ഉൾപ്പെടെയുണ്ട്, അഡ്ജോയിനിങ് രാജ്യങ്ങളിൽ ജോർദാനിലും ഈജിപ്തിലും ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ, അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാൻ, അവർക്ക് ഹെൽത്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു UN ഏജൻസിയാണ് യുണൈറ്റഡ് നേഷൻസ് റെഫ്യൂജി ഏജൻസി ഫോർ പാലസ്റ്റീനിയൻസ്, UNRWA. ഇവർക്കുള്ള ഫണ്ടിങ്, ഇതിന് UN പൈസ എങ്ങൊന്നും കിട്ടത്തില്ലല്ലോ. UN ഫണ്ടിങ് കൊടുക്കുന്നത് UN മെമ്പർ നേഷൻസ് ആണ്. അപ്പൊ ഇവർക്കുള്ള ഫണ്ടിങ് US, കാനഡ, ഇറ്റലി, ഫിൻലാൻഡ്, പിന്നെ വേറെ ഒരു രാജ്യം കൂടെ ഉണ്ട്. 4 രാജ്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഒരു രാജ്യം ഉണ്ട്, 5 രാജ്യങ്ങൾ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തു. വേറെ ഒന്നല്ല, അതിന്റെ കാരണമായിട്ട് അവർ പറയുന്നത്, ഇസ്രായേല് പറയുന്നു ഈ ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൽ UNRWA ഒഫീഷ്യൽസ് 12 പേരും ഇൻവോൾവ് ആയിരുന്നാണ് അവർ പറയുന്നത്. അതായത് UNRWA റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒഫീഷ്യൽസ് ഇതിൽ പങ്കാളിയായിരുന്നു. അപ്പൊ അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ആയിട്ടാണ് ഈ രാജ്യങ്ങൾ, US, ബ്രിട്ടൻ, ഒരു രാജ്യം ബ്രിട്ടനാണ്, അതാണ് ഞാൻ വിട്ടുപോയത്, US, കാനഡ, ബ്രിട്ടൻ, ഇറ്റലി, പിന്നീട് ഫിൻലാൻഡ്, ഈ 5 രാജ്യങ്ങൾ UNRWA ഫണ്ടിങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നേപ്പാൾ, ചൈന ടു സൂൺ സൈൻ ഇംപ്ലിമെന്റേഷൻ പ്ലാൻ ഓഫ് BRI പ്രോജക്ട്. ഇന്ത്യക്ക് ചുറ്റിലുള്ള ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഏറ്റവും ഫ്രണ്ട്ലി നേഷനായ ബംഗ്ലാദേശ് ഉൾപ്പെടെ BRI പ്രോജക്റ്റിലുണ്ട്. അതിൽ ഭൂട്ടാൻ ആണെന്നൊന്നും എനിക്കൊന്ന് ഇല്ലാത്തത് BRI. ബാക്കി മിക്കുള്ള എല്ലാവരും BRIയിലുണ്ട്. ഈ BRI എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, ചൈനയുടെ കണക്ടിവിറ്റി പ്രോജക്ട്. ഇതിൽ നേപ്പാൾ സഹകരിക്കാൻ 7 വർഷം മുമ്പേ തീരുമാനിച്ചതാ. പക്ഷേ അവരിപ്പം അതിന്റെ സഹകരണം റിയാലിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ഇപ്പോഴാണ്. പിന്നെ ഫിൻലാൻഡിൽ നടക്കാൻ പോണ ഇലക്ഷനെ കുറിച്ചൊക്കെയാണ്. ഫിൻലാൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞാണ്. അതിപ്പോ നാറ്റോയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരു രാജ്യമാണ്. നാറ്റോ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മിലിറ്ററി അലയൻസ് ആയ നാറ്റോയിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത രാജ്യമാണ് ഫിൻലാൻഡ്. അടുത്ത കഴിഞ്ഞിപ്പോ സ്വീഡൻ ഉടനെ ജോയിൻ ചെയ്യും. നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ലാത്ത പേജാണ്. ബിസിനസ് പേജിന് പകരം വരുന്ന മണി വൈസ്. അത് കഴിഞ്ഞ് സ്പോർട്സ് പേജിൽ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഇന്ത്യ ഇന്നലെ ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിലൂടെ തോറ്റത്, അത് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു മാച്ച് തോറ്റതാണ്, ഒരു ടൂർണമെന്റ് ഒന്നും അല്ല തോറ്റേക്കുന്നത്. ഇനി നിങ്ങൾ അടുത്ത പേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഇറ്റലിക്കാരനായ ജാനിക് സിന്നർ വിൻ ചെയ്തു ഓസ്ട്രേലിയൻ ഓപ്പൺ. പൊതുവെ എല്ലാവരും കരുതിയിരുന്നത് ഒന്നുകിൽ ആര് വിൻ ചെയ്യും, നൊവാക് ഡോക്കോവിച്ച്, വേൾഡ് നമ്പർ 1 പ്ലെയർ വിൻ ചെയ്യും, അല്ലെങ്കിൽ നമ്പർ 2 ആയ കാർലോസ് അൽക്കാരസ് വിൻ ചെയ്യുമെന്ന് കരുതി. എല്ലാവരുടെ എക്സ്പെക്ടേഷൻസിനെ ഡിഫൈ ചെയ്തുകൊണ്ട് വളരെ unexpected ആയിട്ടുള്ള വിന്നർ ജാനിക് സിന്നർ. ഹീസ് എ പ്രോമിസിംഗ് യങ്സ്റ്റർ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഹി ഡിഡ്ന്റ് വിൻ എനി ഗ്രാൻഡ് സ്ലാം പ്രയർ ടു ഓസ്ട്രേലിയൻ ഓപ്പൺ. പക്ഷേ ഓസ്ട്രേലിയൻ ഓപ്പണിൽ അദ്ദേഹം ആ ഒരു ഡ്രീം റിയലൈസ് ചെയ്തേക്കുകയാണ്. ഹി വൺ ഹിസ് ഫസ്റ്റ് ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ ഇൻ ഓസ്ട്രേലിയ. അപ്പം ജാനിക് സിന്നർ, ഹീസ് ഫ്രോം ഇറ്റലി എന്നാണ് എന്റെ വിശ്വാസം, തന്നെ ഇറ്റലി തന്നെ. പിന്നെ രോഹൻ ബൊപ്പ, അതുപോലെ ആര്യാന സബലെങ്ക, ബെലറൂസുകാരിയാണ്. ബെലറൂസ് എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, ബെലറൂസിലെ ആര്യാന സബലെങ്കയാണ് ഇപ്രാവശ്യത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ടൈറ്റിൽ വിൻ ചെയ്ത ഫീമെയിൽ. ആര്യാന, ARYANA. സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾ പിന്നെ നോക്കിക്കൊള്ളണം. ഇപ്പൊ ഞാൻ എന്റെ ഒരു വിശ്വാസാനുസൃതമാണ് ഈ സ്പെല്ലിംഗ് ഒക്കെ എഴുതിയേക്കുന്നത്. ആര്യാന സബലെങ്ക, ഷീസ് ഫ്രം ബെലറൂസ്. ഇവരാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫീമെയിൽ ടൈറ്റിൽ. ഇനി നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു വിജയമുണ്ട്. രോഹൻ ബൊപ്പണ്ണ 43-ാമത്തെ വയസ്സിൽ ടെന്നീസ് ഡബിൾസിൽ വേൾഡ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തി ലോക റെക്കോർഡ് സൃഷ്ടിച്ച കർണാടകക്കാരൻ രോഹൻ ബൊപ്പണ്ണ. ടെന്നീസ് ഡബിൾസിൽ വേൾഡ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തി 43-ൽ. അങ്ങനെ വേൾഡ് റെക്കോർഡാണ് ഏറ്റവും എൽഡസ്റ്റ് പ്ലെയർ ടു റീച്ച് നമ്പർ 1 റാങ്കിങ് ഇൻ ടെന്നീസ് ഡബിൾസ് റാങ്കിങ്. ഓക്കെ, അതിനുശേഷം ഇപ്പൊ അടുത്ത റെക്കോർഡ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തേക്കാണ്. സെമി ഫൈനലിൽ എത്തിയപ്പോൾ തന്നെ അയാൾ വേൾഡ് നമ്പർ 1 ആയി. അതൊരു വേൾഡ് റെക്കോർഡാണ്. നെക്സ്റ്റ് വേൾഡ് റെക്കോർഡ്, ഹി വൺ ദ ടൈറ്റിൽ, Australian Open doubles title, he won. So it is another record. At the age of 43, he won Australian Open, and it is a record that the oldest player to win Australian Open title in the history. അതാണ് അപ്പം ആ റെക്കോർഡ്. അപ്പം ബൊപ്പണ്ണ അറിഞ്ഞിരിക്കുക. പിന്നെ വിദിത് ഗുജറാത്തി, ഇതിപ്പം പഠിക്കണ്ട. വിദിത് ഗുജറാത്തി പ്ലെയറിനെ പഠിക്കണം. അദ്ദേഹവും പ്രജ്ഞാനന്ദയും
ഗുകേഷു ആണ് ഇന്ത്യയുടെ ഏറ്റവും പ്രോമിസിംഗ് പ്ലെയേഴ്സ്. നിഹാൽ സരീൻ ഓഫ് കോഴ്സ് ഉണ്ട്, പക്ഷെ ഇവരാണ് ഇപ്പോൾ കൂടുതൽ അച്ചീവ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വിദിത് ഗുജറാത്തി ഇപ്പൊ ഇന്ത്യയുടെ നമ്പർ 1 പ്ലെയർ ആയിട്ട് കുറച്ച് ദിവസം മുമ്പ് പ്രജ്ഞാനന്ദായിരുന്നു ഇന്ത്യയുടെ നമ്പർ 1 പ്ലെയർ. അത് ഈ റേറ്റിംഗ് മാറിക്കൊണ്ടേയിരിക്കും, കാര്യം ഇവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ. ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഈ വിദിത് ഗുജറാത്തി മാറി വീണ്ടും പ്രജ്ഞാനന്ദയോ ഒക്കെ ആവും. പിന്നെ അതിനടുത്ത പേജ് അവിടെ പോകുമ്പോ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് എവിടെ വെച്ചാണെന്ന്. ചെന്നൈയിൽ വെച്ചാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത്. ചെന്നൈയിലാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, പഠിച്ചു വെച്ചേക്കണം. രഞ്ജി ട്രോഫി ഇന്ത്യയുടെ നാഷണൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. സൗത്ത് ആഫ്രിക്കയിൽ അണ്ടർ 19 വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടക്കുന്നു. അതൊക്കെ ന്യൂസുകളായിട്ട് അവിടെ ഉണ്ട് സ്പോർട്സിൽ. ഇനി നമുക്ക് ഇന്നലത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോവാം. ഇന്നലത്തെ ന്യൂസ് പേപ്പറിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനില്ല, പ്രത്യേകിച്ച് സൺഡേ വരുന്ന ഹിന്ദുവിൽ അത്ര വലിയ കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. ആദ്യത്തെ പ്രധാനപ്പെട്ട ന്യൂസ്, നിതീഷ് കുമാർ ഒരുപക്ഷെ കൂറുമാറിയേക്കും എന്നായിരുന്നു. പക്ഷേ അല്ല, അത് സംഭവിച്ചു. പിന്നെ മറാത്ത കോട്ട, അത് ഞാൻ പറഞ്ഞതാണ്. OBC സ്റ്റാറ്റസ് മറാത്ത എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു മഹാരാഷ്ട്രയില്. ഗ്യാൻവാബി മോസ്കിന്റെ മുകളിലുള്ള അവകാശം മുസ്ലിംസ് ഉപേക്ഷിക്കണം എന്ന് VHP ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ കാരണം അടുത്ത പേജിലേക്ക്, അത് അകത്ത പേജ് പോകുമ്പോൾ ഉണ്ട്, അവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇന്ത്യ ഫ്രാൻസ് എഗ്രി ഓൺ സർവേലൻസ് ടൈസ്. ഇന്ത്യക്ക് മേജർ ആയിട്ടുള്ള പവേഴ്സിന്റെ കൂട്ടത്തിൽ ജോയിന്റ് സർവേലൻസ് എന്ന് പറയുന്ന സംഭവം നമ്മൾ നടത്തുന്നത് ഫ്രാൻസിനോട് മാത്രമാണ്. France is the first major Western military power with which India has conducted joint patrols with Indian Navy's P-8I maritime patrol aircraft deployed on the French island territory of La Réunion. അതായത് ഇന്ത്യൻ നേവിയുടെ P-8I എന്ന് പറയുന്ന മാരിടൈം പെട്രോളിങ്ങിന് ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റ് ഉണ്ട്. അത് ഫ്രാൻസുമായിട്ട് ചേർന്ന് ജോയിന്റ് പെട്രോളിംഗ് നടത്തി. അപ്പൊ ജോയിന്റ് പെട്രോളിംഗ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഓഷനിലൊക്കെ നടത്തുന്ന സർവേലൻസ് പെട്രോളിംഗ് ഇങ്ങനെയുള്ള പരിപാടികളുണ്ട്. അപ്പൊ അത് മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മൾ അങ്ങനെ കണ്ടക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ജോയിന്റ് പെട്രോളിംഗ് നടത്തിയത് ഇന്ത്യ ആദ്യമായിട്ട് ഒരു ഡെവലപ്ഡ് രാജ്യമായിട്ട് നടത്തിയത് ഫ്രാൻസുമായിട്ടാണ്. അപ്പൊ അതിന്റെ കുറച്ച് ന്യൂസുകളൊക്കെയാണ്. അത് മുമ്പേ നടന്നുകൊണ്ടിരുന്നതാണ്. അത് ഇനിയും സർവേലൻസ് ഇത്തരത്തിൽ നടത്താനുള്ള എഗ്രിമെന്റ്സും ഇപ്പോൾ ഉണ്ടായി. പിന്നെ Z+ കാറ്റഗറി സെക്യൂരിറ്റി കേരള ഗവർണറിന് കൊടുത്താൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞവരാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ പ്രൈം മിനിസ്റ്ററിന്റെ ചില സ്പീച്ചുകളെ കുറിച്ചൊക്കെ ഉണ്ട്. അതെന്താണ്? 84th ഓൾ ഇന്ത്യ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസ്. അത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന്റെ ഒരു കോൺഫറൻസ് മുംബൈയിൽ വെച്ച്. 84th ഓൾ ഇന്ത്യ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് കോൺഫറൻസ് എവിടെയാണ് നടന്നിരിക്കണം? മുംബൈയിലാണ്. അതിനടുത്ത പേജിൽ പോകുമ്പോ മീഡിയ ട്വിസ്റ്റഡ് മൈ വേർഡ്സ് ഓൺ ഗാന്ധി സേസ് TN ഗവർണർ. തമിഴ്നാട് ഗവർണർ ആർ എൻ രവി മഹാത്മാഗാന്ധിയെക്കാളും ബ്രിട്ടീഷുകാര് നേതാജിയെ പേടിച്ചിട്ട്, സുഭാഷ് ചന്ദ്രബോസിനെ പേടിച്ചിട്ട് ആണ് ഇന്ത്യ വിട്ടത് എന്നൊരു വാദം ഉയർത്തിയത് ഭയങ്കര വിവാദമായി. പക്ഷെ പുള്ളി ഇപ്പൊ പറഞ്ഞത് ട്വിസ്റ്റഡ് ആണ് അദ്ദേഹത്തിന്റെ വേർഡ്സ് എന്നാണ്. പക്ഷെ സുഭാഷ് ചന്ദ്രബോസ് ഒബ്വിയസ്ലി ഗാന്ധിജിയെക്കാളും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പോപ്പുലർ ആയിരുന്നു, യാതൊരു സംശയമില്ല. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു 1939 തോന്നുന്നു കോൺഗ്രസ് സമ്മേളനത്തിൽ പുതിയ കോൺഗ്രസ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച പട്ടാഭി സീതാരാമയ്യ എന്ന് പറയുന്ന കോൺഗ്രസ് ലീഡർ. ഹി വാസ് ദ കാൻഡിഡേറ്റ് ഓഫ് മഹാത്മാഗാന്ധി. റൈവൽ കാൻഡിഡേറ്റ് വാസ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. പക്ഷെ ഓവർവെൽമിംഗ് മെജോറിറ്റിയോടുകൂടി സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു. മഹാത്മാഗാന്ധിയുടെ റിട്ട് അവിടെ വിലപ്പോയില്ല. അപ്പൊ അതിന്റെ അർത്ഥം 1939 അല്ലെങ്കിൽ 1940s ഇന്ത്യയിൽ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു പോപ്പുലർ. പിന്നെ ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് ബോസ് അല്ലെങ്കിൽ നേതാജി മരിച്ചു പോയതുകൊണ്ട് പിന്നീട് ഇന്ത്യയുടെ എഴുതപ്പെട്ട ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിന് വേണ്ടത്ര പ്രാധാന്യം കിട്ടിയെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഈ പറഞ്ഞ എല്ലാവരെക്കാളും പോപ്പുലർ നേതാജി ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, അപ്പം മഹാത്മാഗാന്ധിയെക്കാളും വലിയ ലീഡർ എന്നല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവം പറഞ്ഞാണ്. മഹാത്മാഗാന്ധിയുടെ കാൻഡിഡേറ്റിനെ തോപ്പിച്ച് കോൺഗ്രസ് പ്രസിഡന്റായ ചരിത്രം നേതാജിക്കുണ്ട്. ഗാന്ധിജിക്ക് അത്രത്തോളം ഇഷ്ടമല്ലായിരുന്നു. കാര്യം ഇഷ്ടമല്ലായിരുന്നു മീൻസ് അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ല, വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടക്കേടല്ല. അദ്ദേഹം നോൺ വയലന്റ് മീൻസ് അല്ലായിരുന്നു ഗാന്ധിജി ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ നേതാജി നോൺ വയലന്റ് മീൻസ് അല്ലായിരുന്നല്ലോ, അടിക്ക് തിരിച്ചടിയിലാണല്ലോ. അതുകൊണ്ടുള്ള ആശയപരമായിട്ടുള്ളതാണ്. പിന്നീട് ആ പേജിൽ അത്രേ ഉള്ളൂ. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ
ഗോവയുടെ ചീഫ് മിനിസ്റ്റർ പ്രമോദ് സാവന്ത് കേരളത്തിൽ വന്നതിന്റെ ഒരു ന്യൂസ് ഉണ്ട്. ഗോവയുടെ അതൊരു പൊളിറ്റിക്കൽ ഇവന്റ് ആണെന്നുകൊണ്ട് അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. ഗോവയുടെ ചീഫ് മിനിസ്റ്റർ പ്രമോദ് സാവന്ത്. ബാക്കി ന്യൂസുകളൊന്നും ആ പേജിൽ നമുക്ക് ആവശ്യമുള്ളതല്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്നലെ സൺഡേ ആയിരുന്നതുകൊണ്ട് എഡിറ്റോറിയൽ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹാൻഡ് ഓവർ ഗ്യാൻവാബി സൈറ്റ് VHP ആസ്ക് മോസ്ക് പാനൽ എന്നൊരു ന്യൂസ് കാണാം. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗ്യാൻവാബി മോസ്ക് ഒരു മോസ്ക് അല്ലായിരുന്നു എന്നും അതൊരു ടെമ്പിൾ സ്ട്രക്ചർ ആയിരുന്നു എന്നും ഒക്കെ ഇപ്പോൾ വിത്ത് പ്രൂഫ് അവര് കോടതിയിൽ ഇപ്പൊ അതിന്റെ റിപ്പോർട്ടായി കൊടുത്തേക്കാണ്. അതിപ്പോ റിലീസ് ചെയ്തു ആ റിപ്പോർട്ട്. അപ്പൊ ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് 1947 എന്നുള്ള ആക്ട് ഉണ്ട്. ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളതാണ്. പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് 1947 വാസ് ബ്രോഡ് ബൈ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു 1991 അതിന്റെ അതെന്താണ് പറഞ്ഞു വെച്ചാൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയ സമയത്ത് ഒരു വർഷിപ്പിംഗ് പ്ലേസിന്റെ റിലീജിയസ് ക്യാരക്ടർ എന്തായിരുന്നോ അത് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്, അത് ചേഞ്ച് ചെയ്യരുത് എന്നാണ്. പക്ഷേ ഇപ്പോ ഈ ഗ്യാൻവാബി മോസ്കുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും ഒക്കെ തലവേദനയായിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ വാട്ട് വാസ് ദ റിലീജിയസ് ക്യാരക്ടർ ഓഫ് ഗ്യാൻവാബി മോസ്ക് ഡ്യൂറിംഗ് ദ ഇയർ ഓഫ് 1947 ഓഗസ്റ്റ് 15. ആ റിലീജിയസ് ക്യാരക്ടർ കീപ്പ് ചെയ്യണമെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ സമയത്ത് റിലീജിയസ് ക്യാരക്ടർ അത് മോസ്ക് ആയിരുന്നെങ്കിലും ടെമ്പിൾ ആയിരുന്നു എന്നാണ് അതിന്റെ വേണ്ടി വാദിക്കുന്ന ആൾക്കാരുടെ. മോസ്കിന്റെ സ്ട്രക്ചർ ആണെങ്കിലും അതിനകത്ത് ടെമ്പിൾ ആണ്, അതിന്റെ റിലീജിയസ് ക്യാരക്ടർ അതാണ്. അതുകൊണ്ട് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് അവിടെ ആപ്ലിക്കബിൾ ആവത്തില്ല എന്നാണ് അതിന്റെ പെറ്റീഷനേഴ്സ് വാദിക്കുന്നത്. അതിനെക്കുറിച്ച് ഹിന്ദുവിന്റെ ഒരു അനാലിസിസും ഇവിടെ പറയുന്നുണ്ട്. അത് വായിച്ചാൽ നമുക്ക് ഒന്നും തോന്നത്തില്ല. കാര്യം ഹിന്ദു അത് അങ്ങും ഇങ്ങും തൊടാതെ അവർ ശരിയാണോ തെറ്റാണെന്ന് പറയാത്ത രീതിയിലാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്തായാലും അതൊരു വലിയ വിഷയമായിട്ട് ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട്. മധുര അവിടെ ഷാഹി ഈദ്ഗാ എന്ന് പറയുന്നൊരു മോസ്ക് മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിയിൽ നിൽക്കുന്നു എന്നുള്ള പേരിൽ വേറൊരു കേസ് നടക്കുന്നുണ്ട്. ഗ്യാൻവാബി കാശി വിശ്വനാഥ് ടെമ്പിളിനോട് ചേർന്ന് വാരണാസിയിൽ. അയോധ്യയിലെ പ്രശ്നം സെറ്റിൽ ചെയ്തു. അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട് ഇപ്പം. പിന്നെ അതിനടുത്ത ന്യൂസ് എന്ന് പറയുന്നത് ഡിജി യാത്ര രജിസ്ട്രേഷൻ ഷുഡ് ബി വോളണ്ടറി. ഡിജി യാത്ര നിങ്ങൾ കുറെ പേരിൽ കേട്ടിട്ടുണ്ടായിരിക്കും. ഡിജി യാത്ര ഇനിഷ്യേറ്റീവ് ഇന്ത്യയിൽ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ നടപ്പാക്കുന്നതാണ് ഡിജി യാത്ര ഇനിഷ്യേറ്റീവ്. എന്തെന്ന് വെച്ചാൽ ഞാനിപ്പോ പ്ലെയിനിൽ യാത്ര ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടുകളിൽ എന്റെ ഫേസ് റെക്കഗ്നിഷൻ വഴി എന്റെ ട്രാവലിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് പരിപാടികളും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതല്ല ഫിസിക്കലി നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പൊ ആരൊക്കെയോ അതിന് ഈ ഫേസ് റെക്കഗ്നീഷന് വേണ്ടിയിട്ടുള്ള കൺസെന്റ് അത് നമ്മളെ കൺസെന്റ് അടിസ്ഥാനത്തിൽ അവർ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെയാണ് സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത്. പക്ഷേ പലരും ആ കൺസെന്റിന് വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്ന ഒരു പ്രശ്നം വന്നു. അപ്പൊ അതിന്റെ ഇതാണ്. അപ്പൊ എന്തായാലും ഡിജി യാത്ര എന്ന് പറയുന്ന സംഭവം എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്ന് പറഞ്ഞിരിക്കണം, നമ്മളെ പ്ലെയിൻ ജേണി ആയിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളുടെ എയർപോർട്ടുകളിൽ ക്യൂ ഒക്കെ ഒഴിവാക്കി വളരെ ഫാസ്റ്റ് ആയിട്ട് സീംലെസ് മൂവ്മെന്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടുകൾ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള സിവിൽ ഏവിയേഷൻ മാർക്കറ്റ് ആയതുകൊണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് തിരക്ക് ഒഴിവാക്കാനാണ് ഡിജി യാത്ര ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നത്. അപ്പൊ അത് ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻസ് കൊടുത്തേക്കുന്നതിനെ കുറിച്ചൊരു ന്യൂസാണ്. ജ്യോതിരാദിത്യ സിന്ധ്യ ഈസ് ദ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, ഫുൾ പൊളിറ്റിക്കൽ ന്യൂസാണ്. അത് ആ പേജ് എല്ലാ ദിവസവും ഇപ്പൊ അങ്ങനെയാണ്. പിന്നെ ഈ പേജിൽ നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ അറിയാറുണ്ട്. അത്രേ ഉള്ളൂ, 1-2 കാര്യങ്ങൾ. ഒരെണ്ണം എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ ഫസ്റ്റ് വുമൻ സുബേദാർ. ഈ പേര് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം, പ്രീതി രജക്. ഇവര് ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരമാണ്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലൊക്കെ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഷൂട്ടിംഗ് താരമാണ് പ്രീതി രജക്. ഷീ ബിക്കെയിം ദ ഫസ്റ്റ് വുമൻ സുബേദാർ ഓഫ് ഇന്ത്യൻ ആർമി. ഫസ്റ്റ് വുമൻ സുബേദാർ ഓഫ് ഇന്ത്യൻ ആർമി അറിഞ്ഞിരിക്കുക. പിന്നെ ഇന്ത്യയുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ആരെന്ന് അറിഞ്ഞിരിക്കണം, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. ഇന്ത്യൻ മെഡിക്കൽ എഡ്യൂക്കേഷനെ റെഗുലേറ്റ് ചെയ്യുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ്. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ലിറ്റററി ഫെസ്റ്റ്, അതൊന്നും നമുക്ക് വേണ്ട. ഇതൊക്കെ ഹിന്ദുവിന്റെ മാത്രം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനെ കുറിച്ചൊക്കെയുള്ള സംഭവങ്ങളാണ്. പിന്നെ സൺഡേയില് സയൻസ് പേജ് വരാറുണ്ട്, അതും ഞാൻ വിടുവാണ് തൽക്കാലം. FAQ പേജിൽ ഗിൽജിത് ബാൾട്ടിസ്ഥാനെ കുറിച്ച് കുറച്ച് ന്യൂസുകളുണ്ട്. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ അതെന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ ഇത് പാകിസ്ഥാന്റെ കയ്യിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. പക്ഷേ ഇത് ഇന്ത്യയുടേതാണെന്നാണ് ഇന്ത്യയുടെ ക്ലെയിം. പാക് ഒക്യുപ്പൈഡ് കാശ്മീരും ഒക്കെ ആയിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഗിൽജിത് ബാൾട്ടിസ്ഥാൻ. ഈ പ്രദേശം ആക്ച്വലി ഒരു ഇന്റർനാഷണലി ഡിസ്പ്യൂട്ടഡ് ഏരിയ ആണ്.
ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞാൻ ഇത്തിരി മുമ്പ് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നേപ്പാൾ അത് ജോയിൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച്. ഇത് കടന്നു പോകുന്ന ഗിൽജിത് ബാൾട്ടിസ്ഥാൻ വഴിയാണ് പാകിസ്ഥാനിലേക്ക്. അതുകൊണ്ടാണ് ഇന്ത്യ അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇന്ത്യ BRI ആയിട്ട് യാതൊരു പരിപാടിക്കും പോകാത്തത്. BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ ഇന്ത്യ ജോയിൻ ചെയ്യാത്തതിന്റെ മെയിൻ റീസൺ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ വഴി ഇത് കടന്നു പോകുന്നതുകൊണ്ടാണ്. പിന്നെ പഞ്ചാബിലെ BSFന്റെ ഇഷ്യൂ എന്താണെന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് പഞ്ചാബിന്റെ ബോർഡറിൽ 50 കിലോമീറ്റർ ഉള്ളിൽ വരെ കേസ് അന്വേഷണം നടത്താനുള്ള ജൂറിസ്ഡിക്ഷൻ സെൻട്രൽ ഗവൺമെന്റ് ഈയിടെ കൊടുത്തു. മുമ്പ് അത് 15-16 കിലോമീറ്റർ ഉള്ളായിരുന്നു. അത് ഇൻക്രീസ് ചെയ്ത് 50 കിലോമീറ്റേഴ്സ് ആക്കി. അതിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ കേസ് നടക്കുവാണ് പഞ്ചാബ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ. അപ്പൊ അതൊരു ന്യൂസ് ആയിട്ടുണ്ട്. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ ശ്രീരാം ക്ഷേത്രം അയോധ്യയിൽ ഇനാഗുറേറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെയാണ്. അത് ഈ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞ എല്ലാ ദിവസവും വരുന്നൊരു പേജ്, എല്ലാ ദിവസവും അല്ല, എല്ലാ സൺഡേയിലും വരുന്നൊരു പേജ് ഉണ്ട്, അതിനെ കുറിച്ചാണ്. പിന്നെ നെക്സ്റ്റ് പേജ് ബിസിനസ് പേജിൽ പോകുമ്പോൾ നിർമ്മല സീതാരാമൻ ഇന്ത്യ 5 ട്രില്യൺ എക്കോണമി ആകുന്നതിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച്. 5 ട്രില്യൺ എക്കോണമി ആയിട്ട് ഇന്ത്യ ഉടനെ മാറും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. 2027-28 സമയത്ത് ഇന്ത്യ $5 ട്രില്യൺ എക്കോണമി ആയിട്ട് മാറും എന്നാണ് കരുതപ്പെടുന്നത്. 2027-28 ഇന്ത്യ $5 ട്രില്യൺ എക്കോണമി ആവുമെന്ന് മാത്രമല്ല, വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്കോണമി ആവും. പിന്നെ സെസ്സുകളെ കുറിച്ചൊരു ന്യൂസ് കാണാം. സെസ് സ്പെഷ്യൽ എക്കോണമിക് സോൺസ്. ഇന്ത്യയിലെ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റും പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടാക്സ് ഫ്രീ സോൺസിനെയാണ് സെസ് എന്ന് പറയുന്നത്, സ്പെഷ്യൽ എക്കോണമിക് സോൺസ് എന്ന് പറയുന്നത്. ടാക്സ് ഫ്രീ സോൺസ് ആണ്, മൻമോഹൻ സിംഗ് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇപ്പോഴും അത് വളരെ നല്ല രീതിയിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവന്ന കാര്യം നല്ല കാര്യമാണ്. മൻമോഹൻ സിംഗ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു നല്ല കാര്യമാണ് സെസ് സ്പെഷ്യൽ എക്കോണമിക് സോൺസ്. ആ പേജിൽ അത്രേ പറയാവുള്ളൂ. അതിനടുത്ത പേജ് വേൾഡ് പേജിൽ ഞാൻ നേരത്തെ പറഞ്ഞു UNRWAയുടെ ഫണ്ടിങ് ഒക്കെ ബ്രിട്ടനും ഇറ്റലിയും ഫിൻലാൻഡും ഒക്കെ സ്റ്റോപ്പ് ചെയ്തു. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞതാണ്. വേറെ ഒന്നുമില്ല. പിന്നെ ടർക്കിയുടെ പുതിയ പേര് ടർക്കിയെ എന്നാണ്. ടർക്കി എന്നല്ല, ഇപ്പോഴത്തെ പേര് ടർക്കിയെ എന്നാണ്. ടർക്കിയേക്ക് F-16 ഫൈറ്റർ ജെറ്റുകൾ അമേരിക്ക സപ്ലൈ ചെയ്യാൻ പോണു. അത് വലിയ ന്യൂസ് ആയിട്ടോടെ കൊടുത്തേക്കുന്നത്. ആക്ച്വലി അമേരിക്കയുടെ അലയൻസ് പാർട്ണർ ആണ് ടർക്കിയെ. അതായത് നാറ്റോയിലെ ഒരു മെമ്പർ കൺട്രിയാണ്. പക്ഷെ സ്റ്റിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയോടുള്ള ഇന്ത്യ നാറ്റോയിലെ മെമ്പർ അല്ല. പക്ഷെ ഇന്ത്യയോടുള്ള വിശ്വാസത്തിന്റെ പകുതി പോലും നാറ്റോ മെമ്പറായ ടർക്കിയേക്ക് മുകളിൽ അമേരിക്കയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ ഈവൻ ഫൈറ്റർ ജെറ്റുകളൊക്കെ കൊടുക്കാൻ പോലും അവർ വളരെ മടിക്കാറുണ്ട്, കാശ് വാങ്ങിയിട്ടാണ് കൊടുക്കുന്നതെങ്കിലും. അതിനടുത്ത പേജിൽ പോകുമ്പോൾ സ്പോർട്സ് പേജ് ആണ്. അവിടെ ഇന്ത്യ തോറ്റതിനെ കുറിച്ചുള്ള ഇത് ഇന്നലത്തെ ന്യൂസ് പേപ്പറാണ്. ഇന്നലെ ഇന്ത്യ ഏതാണ്ട് തോൽവിയുടെ വക്കിലൊക്കെ എത്തിയതിനെ കുറിച്ചാണ്. പിന്നെ അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇല്ല, ഇത്രയൊക്കെ ഉള്ളു നമുക്ക്. അപ്പൊ ഈ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസില് ഹോക്കിയിൽ ഒഡീഷയുടെയും ഹരിയാനയുടെയും സ്കൂൾ കുട്ടികൾ ആണ് പുതിയ ചാമ്പ്യന്മാർ. അതൊന്നും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒന്നും ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. അത്രയൊക്കെ ഉള്ളു. രഞ്ജി ട്രോഫിയെ കുറിച്ചുള്ള ന്യൂസ് അടുത്ത പേജിൽ കാണാം. ഓക്കെ, ഇത്രയാണ് ഇന്നലത്തേക്ക് ഹിന്ദുവിലെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.